നോമ്പ് രണ്ടാം ബുധൻ. വിശുദ്ധ മത്തായി സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന ചില ബ്ലോക്കുകൾ മൂലം പെട്ടെന്നൊരു ദിവസം ശരീരം മുഴുവനുമോ ഏതെങ്കിലും ഒരു ഭാഗമോ തളർന്നു പോയിട്ടുള്ള ഏറെ മനുഷ്യരുടെ ദുരിത ജീവിതം കാണാനിടയായിട്ടുണ്ട്. മരുന്നും ഫിസിയോതെറാപ്പിയും നിരന്തരം നടത്തിയിട്ടും പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നവർ വിരളമാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് ഇത്തരം ഒരു ദുരിതബാധിതന് ശാരീരിക സൗഖ്യം മാത്രമല്ല, മാനസികവും ആത്മീയവുമായ സൗഖ്യവും നൽകുന്ന ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. മനസ്സും ആത്മാവും ക്ഷീണിതമായ ഒരാളുടെ ശരീരത്തിലും അത് പ്രതിഫലിക്കുമെന്ന കണ്ടുപിടുത്തം ലോകത്തോട് ആദ്യം പ്രഖ്യാപിച്ചത് യേശുവാണ്. തളർവാദ രോഗിയുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളാണ് അവന്റെ രോഗത്തിന് കാരണമെന്നറിഞ്ഞ യേശു അവന്റെ പാപം ആദ്യം മോചിക്കുന്നു. ഉടനെ അവൻ സൗഖ്യപ്പെടുകയും ചെയ്തു. യേശുവിന്റെ പാപമോചനം അവന്റെ പ്രതിപുരുഷരിലൂടെ ഇന്നും നടക്കുന്നുണ്ട്. അടുത്തടുത്ത് ഈ കൂദാശ ആത്മാർത്ഥമായി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ആത്മസമാധാനവും ആത്മവിശ്വാസവും മുഖപ്രസാദവും നിസ്തുലമാണ്. ദൈവം സജ്ജമാക്കി തന്ന ഈ മഹാദാനത്തോട് സഹകരിച്ച് മാനസിക തളർവാദത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നമുക്ക് ദൃഢനിശ്ചയമെടുക്കാം.